ഒരു ഇഷ്കിന്റെ സദസ്സ് പോലും മറക്കാൻ പാടില്ലാത്തൊരു മുഖം എന്തെങ്കിലും ആ നാമത്തിന്റെ രഹസ്യം, ആ നാമത്തിന് ചിലർ പറയുന്നത് പരിചയം കഴിഞ്ഞാൽ പാട്ടല്ലേ കവാലിക്ക് പാട്ടാണ് പറയാം. അത് പാട്ടല്ല, പാട്ടല്ല, അത് പാട്ടല്ല, അതൊരു പാട്ടാണ് എന്ന് പറയാൻ ഏത് കവാലിയുടെയും ഇഷ്കിന്റെയും മുന്നിൽ വെക്കാൻ പറ്റില്ല. ആൺകുട്ടിയുണ്ട്, അവരെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുച്ചിക്കൂല, ഇഷ്കിന്റെ സംസാരിച്ചിട്ടില്ല. ഞാൻ ലേറ്റ് എടുത്താൽ പറഞ്ഞ ഒരു രസമാണ്. മഹാനോട് ലേറ്റ് ലേറ്റ് പല സംസാരിക്കുന്നത് കഴിച്ചു ഹബീബിന്റെ സുഗന്ധം കഴിച്ചിട്ട് സദസ് 2-3 മാസം നടത്തിയിട്ടുണ്ട്. അതിൽ ഒട്ടും മനസ്സിലാക്കുന്നുണ്ട്. ലേറ്റ് പറഞ്ഞാണ് അല്പം അകക്കണ്ണ് തുറക്കണമെങ്കിൽ പുറക്കണ്ണ് അടക്കണം. ഒരാൾക്ക് ഹബീബിന്റെ പ്രേമം പറയുന്നവർക്കല്ലാത്ത വേറൊരു വരില്ല. ഇന്നത്തെ കാലത്ത് പള്ളിയിൽ കിട്ടുന്ന സാധനം പറയാറില്ല. പള്ളിയിൽ തന്നെ പലപ്പോഴും ഹറാമിന്റെ സംഭവം നോക്കണം. പള്ളിയിൽ കൂടുമ്പോഴും നിസ്കരിക്കുന്നവരും റവാത്ത് നിസ്കരിക്കുന്നവരുടെ കല്ലിലെന്താ കമ്മിറ്റിക്കാരെന്ന് വിചാരിച്ചാൽ റവാത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ ഉസ്താദ് എന്താ വിചാരിച്ചാൽ കമ്മിറ്റി റവാത്ത് നിസ്കരിക്കണം. ഇതൊരു കിബറിന്റെ കാലഘട്ടമായി. പക്ഷേ കിബറില്ലാത്ത ഒരേ മേഖല അത് പ്രേമത്തിന്റെ മേഖലയാണ്. മുഹമ്മദ് മുസ്തഫ ഏത് ഇഷ്കിന്റെ മഹാമാരി നോക്കി മറ്റൊരു ഉസ്താദ്, തുർബനത്ത് ഉസ്താദ്, സിയവലുള്ളാഹി, ഖായിഖുൽ ഉസ്താദ്, എല്ലാ മഹാമാരി നോക്കി എല്ലാ മഹാമാരി പറഞ്ഞത് അവരെ താണ് കാരണം അവരുടെ കൽബിൽ വിധിയുള്ളത് പ്രേമത്തിന്റെ വിധിയാണ്. മുഹമ്മദ് മുസ്തഫ അവർ ഓത്തിനൊന്നും വലിയ ഭംഗിയുണ്ടാവില്ല, പക്ഷെ അവരുടെ ചിന്തനയ്ക്കാൻ മതി. അത് പിന്നെ ഹബീബിന് വേണ്ടിയുള്ള ചിന്തനക്കലാണ്. ആ ഇഷ്കിന്റെ വേദികളും ഇഷ്കിന്റെ സദസ്സും മറക്കാൻ പാടില്ലാത്തൊരു നാമം. ഇന്ത്യ ഇന്നാര് ഭരിച്ചാലും ഇന്നലാര് ഭരിച്ചിട്ടുണ്ടെങ്കിലും നാളെ ഇനി ആര് ഭരിക്കാൻ വന്നാലും ഇന്ത്യക്ക് എന്നും എന്നും ഒരേ ഒരു രാജാവ്, അത് സുൽത്താൻ ബിൻ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. എന്താ പറയാൻ കാരണം അറിയുന്നത്? അജ്മീർ പാപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹാൻ ഇഷ്കിന്റെ ലോകത്ത് സഞ്ചരിച്ച വിലായത്തിന്റെ അങ്ങേ പരമോന്നതിൽ സഞ്ചരിച്ച വലിയ മഹാനായ ബഹുമാനപ്പെട്ട ഹബീബിനോടുള്ള പ്രേമം മൂത്ത് ഹബീബ് മനാമിലൂടെ വന്നിട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചതാണ്. ആ മനുഷ്യൻ നടന്ന ഇടങ്ങളിലെല്ലാം ആളുകൾ കൂടി വാക്കുകൾ കേട്ട് കേട്ട് കേട്ട പ്രകാശത്തിൽ ചുറ്റിട്ട് പറക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ എണ്ണമറ്റ ആളുകളെ മനുഷ്യന്റെ അടുത്തുകൂടി. എന്തിനു കൂടി? പ്രേമങ്ങൾക്ക്. നാടോടുള്ള പ്രേമം മുത്തിനോട്. മുത്തു മുഹമ്മദ് മുസ്തഫ, മുത്തു മുഹമ്മദ് മുസ്തഫ, മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ ഖാജ പാട്ടുപാടി, ഇഷ്കിന്റെ പാട്ടുപാടിയിട്ട് 100 അല്ല, 1000 അല്ല, 10,000 അല്ല, 92 ലക്ഷത്തിലേറെ ആളുകൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. പ്രത്യേകത എന്താണ്? ഇഷ്കിന്റെ പ്രത്യേകത അതൊരു ദഅവത്തിന്റെ വലിയ ഡയമണ്ട് ആണ്. അതിനൊക്കെ സാധിക്കാൻ പറ്റില്ല. അതിലൂടെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്കുള്ള ഷൗക്കത്താണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് റൂഹിനെ ഖാജിയുടെ ദർബാറിലേക്ക് ഒന്ന് മുത്തി മണക്കാതെ അതിന്റെ പൂർണ്ണത ലഭിക്കില്ല. അജ്മീർ ഖാജി പറയാതെ മൗല എന്ന് പറയുന്ന കാണുന്നതാണ്. ഇഷ്കിന്റെ ഏത് വേദികളിലും ഇഷ്കിന്റെ സദസ്സിലും ഖാജ കുത്തിയ മരമാണ് കുത്തുന്നത്. ഖാജ അതുകൊണ്ട് യാ ഖാജ അങ്ങയിലൂടെ ഞങ്ങൾക്ക് മദീനയെ അറിയണം, മുത്തിനെ അറിയണം. മുത്തു മുഹമ്മദ് മുസ്തഫ Moin,
ശൈഖ് മൊയ്നുദ്ദീൻ അജ്മീർ രാജാ മൊയ്നുദ്ദീൻ ഹാജ അജ്മീർ രാജാ മൊയ്നുദ്ദീൻ ഹാജ അജ്മീർ രാജാ ആലിം അലി സിറാജ അറബി ബിലാദി തേജാ
പൂമലരെ ഇക്കജുമീരിൽ തീൻമലരെ ഹോജ ഹോജ പൂമലരെ ഇക്കജുമീരിൽ തീൻമലരെ റോജ രാജ ശരപൊടി റോജ പൂമലരെ